Hi, welcome back to our second chapter of psychiatry, which is Principles and Concepts of Mental Health in Nursing. ആദ്യം തന്നെ എന്താണ് സൈക്കാട്രി എന്ന് പറയണം. സൈക്കാട്രി എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് മെൻ്റൽ ഹെൽത്ത് ഇൽനെസ്. ഓക്കെ, ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ആൻഡ് പ്രിവെൻഷൻ ഓഫ് മെൻ്റൽ ഹെൽത്ത് ഇൽനെസ്, അതാണ് സൈക്കാട്രി കൊണ്ടുള്ളൊരു വേർഡ് മീനിങ്. So, what is meant by a psychiatric nurse? Psychiatric nurse is an expert in doing mental status examination, crisis interventions, administration of the psychotropic drugs. പ്രോപ്പറായിട്ട് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്യാനും ഒരു ക്രൈസിസ് വരുമ്പോഴത്തേക്കും ഇൻ്റർവെൻഷൻസ് നടത്താനും മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യാനും പിന്നെ പേഷ്യൻറ്റിനെ അസിസ്റ്റ് ചെയ്യാനും ആൻഡ് അസിസ്റ്റൻസ് ഓഫ് പേഷ്യൻസ്. ഇതിന് പുറമെ നേഴ്സസ് സൈക്കാട്രിക് ഇൽനെസ്സുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യാനും നന്നായിട്ട് അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് ലീവ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി കൊടുക്കുന്നു. ശ്രീവാണി ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഏരിയ ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ് എംപ്ലോയിങ് തിയറീസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആസ് ഇറ്റ് ഈസ് എ സയൻസ് ആൻഡ് പേർപ്പസ്ഫുൾ യൂസ് ഓഫ് സെൽഫ് ആസ് ഇറ്റ് ഈസ് ആൻ ആർട്ട്. ഇപ്പോൾ ഒന്നാമത്തത് ഇത് സ്പെഷ്യലൈസ്ഡ് ഏരിയ ഓഫ് നഴ്സിംഗ് ബിഹേവിയർ ആണെന്ന് പറയണം, വിച്ച് യൂസസ് ഹ്യൂമൻ ബിഹേവിയർ, കാരണം അതൊരു സയൻസാണ്. ഇനി വിത്ത് പേർപ്പസ്ഫുൾ യൂസ് ഓഫ് സെൽഫ് ആസ് ഇറ്റ് ഈസ് ആൻ ആർട്ട് ഇൻ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റെസ്പോൺസ് വിത്ത് ആക്ച്വൽ ഓർ പൊട്ടൻഷ്യൽ പേഷ്യൻസ്. ഓക്കെ, മെയിനായിട്ട് ഈ പറയുന്ന 3 കാര്യങ്ങളാണ് വേണ്ടുന്ന 4 കാര്യങ്ങൾ. സ്പെഷ്യലൈസ്ഡ് ഏരിയ ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ് എന്ന് വേണം. രണ്ടാമത്തത് തിയറീസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, കാരണം അതൊരു സയൻസ് ആയതുകൊണ്ട്. ദെൻ പേർപ്പസ് യൂസ് ഓഫ് സെൽഫ് ആസ് ഇറ്റ് ഈസ് ആൻ ആർട്ട്. ദെൻ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ആരുടെ പേഷ്യൻസിന് ആക്ച്വൽ പൊട്ടൻഷ്യൽ പേഷ്യൻസ്. ഓക്കെ, സെറ്റ് ബൈ അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ ഇൻ 1994. ഫൈൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സൈക്കാട്രിയും സൈക്കാട്രിക് നേഴ്സും സൈക്കാട്രിക് നേഴ്സിങ്ങും എല്ലാം. മൂവിങ് ടു ദ ചാപ്റ്റർ, നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്ലാസിഫിക്കേഷനാണ്. ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, ദാറ്റ് ഈസ് ICD ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ എല്ലാ ഡിസീസും ഇൻക്ലൂഡിങ് മെൻ്റൽ, അതായത് നമ്മുടെ മെൻ്റലും ബിഹേവിയറൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ് ഈ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് കൊണ്ട് മീൻ ചെയ്തപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൾ ദ ഡിസീസ് ഇൻക്ലൂഡിങ് മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ്. മെൻ്റൽ നോക്കുന്നുണ്ട്, കൂടാതെ തന്നെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് എന്താണെന്ന് നോക്കുന്നുണ്ട്. നമ്മൾ കറൻ്റ്ലി ഫോളോ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ICD-11 ആണ്. തൊട്ട് മുമ്പ് ഫോളോ ചെയ്തിരുന്ന ICD-10 ആണ്. അപ്പോൾ നമ്മൾ പഴയ എഡിഷൻ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കുന്നെങ്കിൽ ICD-10 കാണാൻ വഴിയുള്ളൂ. അപ്പം അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ICD-11 മേ ബി പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 2017 എന്നൊക്കെ. അപ്പം അതൊരു പഴയ എഡിഷൻ ആകുമ്പോഴേ അങ്ങനെ വരുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് ജസ്റ്റ് ICD-10 കുറിച്ച് നോക്കാം. അപ്പം ICD-10 വിച്ച് ഇസ് റിവൈസ്ഡ് ഇൻ 1992 ആൻഡ് ഇത് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ദെൻ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ദ ചാപ്റ്റർ F0 മുതൽ F99 വരെ, F0 to F99 വരെ. ദെൻ ഇറ്റ് ടേംഡ് മെൻ്റൽ ഡിസോർഡേഴ്സ് ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ്. മെൻ്റൽ ഡിസോർഡേഴ്സും കൂടാതെ തന്നെ ബിഹേവിയറൽ ഡിസോർഡേഴ്സിനെയും ടേം ചെയ്തിട്ടുണ്ട്. ഇനി മൂവിങ് ടു ദ ICD-11. അപ്പം ICD-10 മനസ്സിലാക്കേണ്ടത് അതിനകത്ത് ചാപ്റ്റർ F0 to F99 ഉണ്ട്. ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം, അതായത് ആൽഫബറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇവിടെ മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് മൂവിങ് ടു ദ ICD-11 ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് 11 പറയുന്നത് ഇറ്റ് ഇസ് റിലീസ്ഡ് ഇൻ 2019. ഞാൻ അന്ന് പറഞ്ഞില്ലേ ആ ടെക്സ്റ്റിനകത്തൊക്കെ 2018 റിലീസ് ആവുമായിരിക്കും എന്നൊക്കെ പറയുന്നെങ്കിലും ഓഫ്കോഴ്സ് നമുക്കറിയാമല്ലോ, ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ ഒന്ന് ടൈം എടുക്കും. അപ്പം 2019 റിലീസ് ചെയ്തത്. ആൻഡ് ഓപ്പറേഷണലൈസ്ഡ് ഫോർ ദ യൂസ് ഫ്രം 1 January 2022. അപ്പോൾ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താലും ഒന്ന് യൂസ് ചെയ്യാനായിട്ട് ടൈം കൊടുക്കാറുണ്ട്. അങ്ങനെ 2022 സമയം കൊടുത്തത്. ദെൻ മോർട്ടാലിറ്റി, മരണനിരക്കും, പിന്നെ മോർബിഡിറ്റി സ്റ്റാറ്റസ്, മെൻ്റൽ ബിഹേവിയർ, എന്തെങ്കിലും തരത്തിലുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റൽ
ഡെവലപ്മെൻറ്റൽ അപ്ലൈഡിൻ്റെ 6th ചാപ്റ്റർ. നേരത്തെ നമ്മൾ പറഞ്ഞത് ചാപ്റ്റർ F0 to F99. ഇവിടെ നമ്മൾ ചാപ്റ്റർ എഫ് ആണ് ഫോളോ ചെയ്യുന്നത്. മൊത്തത്തിൽ 162 ഡിസ്റ്റിൻറ്റ് 4 categories code starting from 6A00 to 6E69, 6A00 to 6E69. And the other unspecified MBDS coded up to 6E8Z. നമ്മൾ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 6A00 to 6E69, 6A00 to 6E69. എന്തിനാണ് ഈ ICD-യുടെ ഒരു പേർപ്പസ്? ഓഫ്കോഴ്സ് നമുക്ക് ഡിസീസൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത് വഴി പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് നടത്താനും പറ്റും. ആൻഡ് എന്താണ് ഇപ്പോഴത്തെ ഒരു ഡിസീസിൻ്റെ ട്രെൻഡ്, ഹെൽത്ത് പോളിസീസ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ റിസർച്ചിനെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് മൂവിങ് ടു ദ ക്ലാസിഫിക്കേഷൻ. ഇത് നമ്മൾ ഇത്തിരി കാണാതെ പഠിക്കാനുള്ള കാര്യമാണ്, എങ്കിൽ പോലും നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ വി ആർ മൂവിങ് ടു ദ ചാപ്റ്റർ 6 ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. അതിൽ നമ്മൾ പറയാം ബ്ലോക്ക് L1. ഇപ്പം നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് ബ്ലോക്ക് L1ഉം പിന്നെ അതിനകത്ത് കുറച്ച് L2 ഉണ്ട്. ഇതെല്ലാം 6A0 ആയിട്ടാണ് വരുന്നത്. 6A ആൽഫബറ്റ് വരുന്നതാണ് എല്ലാം. ഒരു A0 മുതൽ A7 വരെ ഞാൻ പറയും. ഇതിനകത്ത് L1 ഉണ്ട്, L2 ഉണ്ട്. ആദ്യം വരുന്ന എല്ലാം L1 ആണ്, പിന്നെ അവസാനോട്ട് വരുന്നതാണ് L2. ഓക്കെ, ബ്ലോക്ക് L1 6A0, L1 6A0. അത് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സിലാണ് പറയുന്നത്. ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്. ഇനി ബ്ലോക്ക് വീണ്ടും ബ്ലോക്ക് L2 പറയുന്നുണ്ടോ? ഓക്കെ, അത് വീണ്ടും 6A2. ഇനി പറയാൻ പോണൊക്കെ എന്താ പറയുക, 0, 2, 4, 6, വീണ്ടും ഒരു 6 വരുന്നുണ്ട്. പക്ഷേ അവിടെ വീണ്ടും 6 വരുന്നെങ്കിൽ അപ്പുറത്ത് L1 മാറി L2 ആവാം. ഓക്കെ, അപ്പം L1 6A0 എന്താണ്? ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്. ഇനി 6A2 പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ഷീസോഫ്രീനിയ ആൻഡ് അത് പ്രൈമറി സൈക്യാട്രിക് ഡിസോർഡേഴ്സ്. വേറെ പ്രൈമറി സൈക്യാട്രിക് ഡിസോർഡേഴ്സ് പറയുന്നുണ്ട്. ഇനി ബ്ലോക്ക് L1 6A4, ഇറ്റ് ഈസ് കാറ്ററ്റോണിയ. അപ്പോൾ 6A4 ആയി. 6A0 അത് ന്യൂറോ ഡെവലപ്മെൻറ്റലാണ്. 6A2 എന്ന് പറയുന്നത് സൈക്യാട്രിക് ആൻഡ് അതർ പ്രൈമറി സൈക്യാട്രിക് ഷൈസോഫ്രീനിയ ആൻഡ് അതർ സൈക്യാട്രിക് ഡിസോർഡേഴ്സ് പറയുന്നുണ്ട്. ഇനി L1 6A4 പോകുമ്പോൾ എന്ത് വരുന്നതാണ്? കാറ്ററ്റോണിയ. ഇനി 6A6 വരുമ്പോഴത്തേക്കോ മൂഡ് ഡിസോർഡേഴ്സ് വരും. അപ്പോൾ L1 6A6 ആണ് മൂഡ് ഡിസോർഡേഴ്സ്. ഇനി നമുക്ക് വീണ്ടും 6 തന്നെ പോകുന്നത് 6A0, പക്ഷേ L2 ആണ്. L2 6A6 ഈസ് ബൈപോളാർ ഡിസോർഡേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിസോർഡേഴ്സ്. ദെൻ അടുത്തയാണ് L2 6A7, ദാറ്റ് ഈസ് ഡിപ്രസീവ് ഡിസോർഡേഴ്സ്. എന്ത് ഡിസോർഡേഴ്സ്? ഡിപ്രസീവ് ഡിസോർഡേഴ്സ്. അപ്പം പൊതുവെ എളുപ്പമല്ലേ, ആദ്യം നമ്മൾ ബ്ലോക്ക് L1 വെച്ചിട്ടാണ് എല്ലാം ഒന്ന് പഠിക്കണം. പിന്നെ 6A0, 6A2, 6A4, 6A6, വീണ്ടും 6A6 വരുമ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്ത് L2 ആക്കണം. L2 6A6. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? നമ്മുടെ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്. രണ്ടാമത് പറഞ്ഞത് ഷീസോഫ്രീനിയ, ബാക്കിയുള്ള റിലേറ്റഡ് ഡിസോർഡേഴ്സ് മീൻസ് സൈക്യാട്രിക് ഡിസോർഡേഴ്സ്, ഷീസോഫ്രീനിയ ഓർ അതർ റിലേറ്റഡ് ഡിസോർഡേഴ്സ്. മൂന്നാമതായിട്ട് പറഞ്ഞത് കാറ്ററ്റോണിയ. നാലാമതായിട്ട് പറഞ്ഞത് മൂഡ് ഡിസോർഡേഴ്സ്. അഞ്ചാമതായിട്ട്, അതായത് നമുക്ക് നോക്കാം, ഇത് ഇത്തിരി ടൈം എടുക്കും, ഇല്ല നമുക്കത് പഠിച്ചു നോക്കാം. എല്ലാം L1 ആണ് ആയിരിക്കും. L1 6A0 എന്താണ്? 6A0 ഈസ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്. 6A
2 is schizophrenia and other related disorders. 6A 4 വരുമ്പം it is catatonia. 6 L1 6A 6 വരുമ്പം it is mood disorders ആണ്, മൂഡ് ഡിസോർഡേഴ്സ്. ഇനി L2 6A 6 വരുമ്പോഴാണ് ബൈപ്പോളാർ ഡിസോർഡേഴ്സും അങ്ങനെ റിലേറ്റഡ്. ഇനി വീണ്ടും L2 തന്നെയാണ്. L2 6A 7 വിച്ച് ഈസ് ഡിപ്രസീവ് ഡിസോർഡേഴ്സ്. ഓക്കെ, ചാപ്റ്റർ 6 ആദ്യത്തെ ഒരു 1/3 നമ്മൾ കഴിഞ്ഞിപ്പം തന്നെ. ഇത് തന്നെ വീണ്ടും വീണ്ടും കേട്ട് നോക്കുക, കേട്ട് നോക്കുക, വായിച്ച് നോക്കുക, ഇങ്ങനെ അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞത് 6A 0 ആണെങ്കിൽ B പഠിക്കണ്ടേ, B. ഓക്കെ, വി വിൽ മൂവ് ടു B. B നോക്കാം, പറ്റും. ബി നമുക്ക് ഇതേപോലെ ഇതിനകത്ത് എല്ലാം L1 ആണ്. നേരത്തെ നമ്മൾ L1 L2 വെച്ച് പറയണമെങ്കിൽ ഇവിടെ നമ്മൾ L1 ആണ്. 6B0 6B2 6B4 6B6 6B8. ഓക്കെ, ഫൈൻ. 6B0 ആണെങ്കിൽ ആൻസൈറ്റി ഓർ ഫിയർ റിലേറ്റഡ് ഡിസോർഡേഴ്സ്. ഭയങ്കര പേടിയാണ്, ആൻസൈറ്റി ഓർ ഫിയർ റിലേറ്റഡ് ഡിസോർഡേഴ്സ്. ദെൻ 6B2 ആണെങ്കിൽ OCD ഓർ അതേഴ്സ്. OCD. അപ്പം ആദ്യം 6B0 ആൻസൈറ്റിയും ഭയങ്കര പേടിച്ചിരിക്കുക. ആൻഡ് 6B2 റിപ്പീറ്റഡ് ആയിട്ട് OCD ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സും പിന്നെ ബാക്കിയുള്ളത്. 6B4 ആകുമ്പം ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു സ്ട്രെസ്സ്. ആദ്യം ആൻസൈറ്റി, രണ്ടാമത് OCD, മൂന്നാമത് സ്ട്രെസ്സ്. ദെൻ 6 എന്ന് പറയുന്നത് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ്. 6B6 എന്ന് വെച്ചാൽ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ്. 6B8 എന്ന് വെച്ചാൽ ഫീഡിങ് അഥവാ ഈറ്റിംഗ് ഡിസോർഡേഴ്സിലാണ് വരുന്നത്. ഒരുപാട് ഇപ്പം തന്നെ സ്ട്രെസ് ആകുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കഴിക്കും, ചിലവരിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെയൊക്കെ ഒരു ഫീഡിങ് അല്ലെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് പറയുന്നുണ്ട്. അപ്പം L1 6B0 എന്ന് വെച്ചാൽ ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു ആൻസൈറ്റി. L1 6B2 എന്ന് പറയുന്നത് OCD ആൻഡ് അതേഴ്സ്. ദെൻ L1 6B4 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്തെങ്കിലും ഒരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ്. L1 6B6 വരുന്നത് ഈ എന്തെങ്കിലും ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ട്. ഇതാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ്. ഇനി L1 6B8 ഫീഡിങ് അഥവാ ഈറ്റിംഗ് ഡിസോർഡേഴ്സാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിയിലോട്ട് പോവാം. അവിടെ ഇതേപോലെയാണ്. L1 വെച്ച് എല്ലാം പറഞ്ഞാൽ മതി. 6C0 6C2 6C4 6C5 6C7 6C8. ഓക്കെ, നമ്മൾ തൽക്കാലം ഇപ്പം C വരെ നോക്കുന്നുള്ളൂ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി റിവൈസ് ചെയ്തിട്ട് അടുത്തത് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ എല്ലാം L1 വെച്ച് പറയുന്നു. 6A 0 2 4 6 വരെ നോക്കാം. ആദ്യം പറയുന്നത് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. പിന്നെ ഷിസോഫ്രീനിയ അതർ റിലേറ്റഡ്. പിന്നെ മൂന്നാമത് കാറ്ററ്റോണിയ. നാലാമത് മൂഡ് ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇനി L2 6A 6 ആണെങ്കിൽ ബൈപ്പോളാർ ഡിസോർഡറാണ്. L2 6A 7 ആണെങ്കിൽ ഒരു ഡിപ്രസീവ് ഡിസോർഡറാണ്. ഇനി അടുത്തത് നമുക്ക് ബിയിലോട്ട് പോവാം. L1 തന്നെയാണ് എല്ലാം. L1 6B0 2 4 6 വരെ നോക്കാം. ആദ്യം ഇതിനകത്ത് എന്താണ് ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ റിലേറ്റഡ് ഡിസോർഡേഴ്സ്, പിന്നെ OCD ഉണ്ട്, ദെൻ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ്, ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് ആൻഡ് ഈ ഫീഡിങ് അഥവാ ഈറ്റിംഗ് ഡിസോർഡേഴ്സാണ് വരുന്നത്. ഇനി നമ്മൾ 6Cയിലോട്ട് പോകുമ്പം അവിടെ ഇതേപോലെ 0 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. 5 6 7. ആദ്യം പറയുന്നത് എന്താ? എലിമിനേഷൻ ഡിസോർഡേഴ്സ്, ഡിസോർഡേഴ്സ് ഓഫ് ബോഡിലി അല്ലെങ്കിൽ ബോഡിലി എക്സ്പീരിയൻസ്, ദെൻ
സബ്സ്റ്റൻസ് യൂസിൻ്റെ അഡിറ്റീവ് ബിഹേവിയർ, ദെൻ അഡിറ്റീവ് ബിഹേവിയർ, ഇമ്പൾസീവ് ഡിസോർഡേഴ്സ് പേഷ്യൻസ് ഉണ്ട്. പക്ഷെ അതിന് അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയർ. ഇത്രയാണ് ABCയിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്താണ് സൈക്യാട്രി എന്ന് പറഞ്ഞു, എന്താണ് ഒരു സൈക്യാട്രിക് നേഴ്സ് എന്ന് പറഞ്ഞു, ആൻഡ് വി ഡിസ്കസ്ഡ് അബൌട്ട് സൈക്യാട്രിക് നഴ്സിംഗ്, ദെൻ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ICD-10 കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞു. ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റമാണ്. F0 മുതൽ F99 വരെ ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ എന്താണ് ഇതിൻ്റെ ഒരു പേർപ്പസ്, നമുക്ക് പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്യാനും ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ മൂവിങ് ടു ക്ലാസിഫിക്കേഷൻ ഇറ്റ് സെൽഫ്. അതിൽ നമ്മൾ 6Aയും Bയും Cയും പഠിച്ചു. ആൻഡ് ഇത്രയും പഠിച്ചുകൊണ്ട് വരിക. മീൻസ് ഇതന്നെ വീണ്ടും കേട്ട് പഠിച്ചാൽ മതി. വലിയ ആന കയറാൻ മലയൊന്നുമില്ല, പഠിക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് യെസ്, ഇനി Dയും Eയും പഠിക്കണം. ആൻഡ് കുറച്ചിങ്ങനെ സ്ലീപ്പ് വേക്ക് ഡിസോർഡേഴ്സിനെ കുറിച്ച്, കാരണം നമ്മളിത് പഠിച്ചല്ലേ പറ്റുള്ളൂ. കാരണം അവർ അത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പുറത്ത്. നമ്മളത് പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ നന്നായിട്ട് പഠിക്കുക. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ. ഓക്കെ, സോ 6C0 എലിമിനേഷൻ ഡിസോർഡേഴ്സ്. 6C0 എലിമിനേഷൻ ഡിസോർഡേഴ്സ്. C2 വരുമ്പം ഡിസോർഡേഴ്സ് ഓഫ് ബോഡി ഡിസോർഡേഴ്സും ബോഡിലി എക്സ്പീരിയൻസും. ഡിസോർഡേഴ്സ് ഓഫ് ബോഡി എക്സ്പീരിയൻസും ബോഡിലി എക്സ്പീരിയൻസ്. ഇനി സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ അല്ലെങ്കിൽ അഡിറ്റീവ് ബിഹേവിയറിൻ്റെ യൂസ്. പിന്നെ വീണ്ടും അഡിറ്റീവ് ബിഹേവിയറാണ് ഇത്. മറ്റേത് സബ്സ്റ്റൻസ് അബ്യൂസ് ആണെങ്കിൽ ഇത് അഡിറ്റീവ് ബിഹേവിയറാണ്. മറ്റേത് സബ്സ്റ്റൻസിനോട് ഇപ്പം കുറേ കഞ്ചാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതിനോട് അഡിക്ഷൻ. ഇത് അഡിറ്റീവ് ബിഹേവിയർ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഫോണിനോടുള്ളൊരു അഡിറ്റീവ് ബിഹേവിയർ, അതൊക്കെ പറയാം. പിന്നെ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡേഴ്സ്, ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യുന്ന ഡിസോർഡേഴ്സ്, ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡേഴ്സ്. ദെൻ ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയർ ഓർ ഡിസോഷ്യൽ ബിഹേവിയർ. Okay, so L16C0 is elimination disorder. L16C2 is disorders of bodily experience. Then L16C4 is the disorders of substance abuse അല്ലെങ്കിൽ അഡിറ്റീവ് ബിഹേവിയർ. വീണ്ടും 6 ഇവിടെയാണ് 4 കഴിഞ്ഞാൽ 5, 7, 8 ആണേ. 60, 62, 64, 65, 67, 68. എലിമിനേഷൻ ഡിസോർഡേഴ്സ് ഉണ്ട്, ബോഡിലി ഡിസോർഡേഴ്സ് ഉണ്ട്. ദെൻ സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ ഒരു അഡിറ്റീവ് ബിഹേവിയർ ഉണ്ട്, വീണ്ടും ഒരു അഡിറ്റീവ് ബിഹേവിയർ ഉണ്ട്. ദെൻ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡേഴ്സ്, ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കൺട്രോൾ ഡിസോർഡേഴ്സ്. ആൻഡ് ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയർ എല്ലാം നശിപ്പിക്കുന്നൊരു ബിഹേവിയർ, ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയർ. സോ L16C0 എന്താണ്? L16C0 എലിമിനേഷൻ ഡിസോർഡേഴ്സ്. L16C2 എന്ന് പറയുന്നത് അവിടുത്തെ സബ്സ്റ്റൻസ് യൂസിൻ്റെ ഒരു അഡിറ്റീവ് ബോഡിലി എക്സ്പീരിയൻസ് ആണ്. ബോഡിലി എക്സ്പീരിയൻസ്, ഡിസോർഡേഴ്സ് ഓഫ് ബോഡി ഡിസോർഡേഴ്സും ആണ് വരുന്നത്. ദെൻ 6A4 പോകുമ്പം അവിടെയാണ് സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ അഡിറ്റീവ് ബിഹേവിയർ. ഇനി L16C5 വരുമ്പോഴും അഡിറ്റീവ് ബിഹേവിയർ. ദെൻ L16C7 വരുമ്പോഴത്തേക്കും ഇമ്പൾസ് കൺട്രോൾ ബിഹേവിയർ. L16C8 ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയർ. ഇത്രയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ ബ്ലോക്ക് L1 6D1 പോകുമ്പോഴത്തേക്കും പേഴ്സണൽ ഡിസോർഡേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. അത് മീൻസ് അങ്ങനെ ഇത് 2 എണ്ണം കൂടി പഠിച്ചാൽ മതി. ഈ പറയുന്ന ICD ക്ലാസിഫിക്കേഷൻ 11 നമുക്ക് തീരും. 10 പഠിക്കണമെന്നില്ല, 11 പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സെറ്റ്.